നമ്മളുടെ നിത്യജീവിതത്തിൽ വളരെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇതുപോലെ പച്ചക്കറികളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും ചീഞ്ഞു പോവുക, വാടിപ്പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം. അതുപോലെ തന്നെ നിമിഷ നേരം കൊണ്ട് നമുക്കൊരു പാലപ്പം ഉണ്ടാക്കിയാലോ, അതും ഈ ഒരു വീഡിയോയിലുണ്ട് കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ മത്തൻ ഒരു ആഴ്ചയിൽ 2 ദിവസമെങ്കിലും വാങ്ങും അല്ലേ. അതിൻ്റെ കുരു വെറുതെ കളയരുത്, കഴുകി നമ്മൾ ഉണക്കി വെക്കുക. വെയിലില്ലെങ്കിൽ നമ്മൾ നല്ലതുപോലെ ഓവനിലോ എയർ ഫ്രയറിലോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഗ്യാസിൽ വെച്ചോ ഒന്ന് കഴുകി നമ്മൾ അരിപ്പയിൽ വെച്ച് ഊറ്റിയിട്ട് വറുത്തെടുത്ത് വെച്ചാലും മതി. ഉപ്പോ ഒന്നും നമ്മൾ ഇതിൽ ചേർക്കരുത് കേട്ടോ. ഇതുപോലെ ഒന്ന് വറുത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഉറക്കമില്ലായ്മ, അതുപോലെ തന്നെ ഷുഗർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ക്ഷീണം, മുടികൊഴിച്ചൽ, അതുപോലെ നമ്മളുടെ സ്കിന്നിലുണ്ടാവുന്ന ഡിസീസ്, ഇവയ്ക്കെല്ലാം ഒരു പരിഹാരം തന്നെയാണ് നമ്മളുടെ ഈ ഒരു മത്തൻ്റെ കുരു കേട്ടോ. വയറിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും പ്രതിരോധ ശേഷി കൂട്ടുവാനും ഉറക്കമില്ലായ്മ മാറുവാനും അതുപോലെ നമുക്ക് എല്ലിലുണ്ടാകുന്ന ബലക്കുറവ് മാറ്റുവാൻ, പേശികൾ നല്ല ശക്തിപ്പെടുത്തുവാനൊക്കെ വളരെ നല്ലതാണ്. ഇതിലേക്ക് കുറച്ച് അയമോദകം, ഒരു 1/4 ടീസ്പൂൺ അയമോദകവും നല്ല ജീരകം ഒരു 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ വറുത്തെടുത്ത് വെക്കാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഒരാഴ്ചത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ ബൾക്ക് ക്വാണ്ടിറ്റി നിങ്ങൾ മത്തങ്ങക്കുരു ശേഖരിച്ചിട്ട് ഒരു ദിവസം ഇതുപോലെ വറുത്ത് പൊടിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് തന്നെ വളരെ നല്ലതാണ് കേട്ടോ. അത് കൂടുതൽ ക്വാണ്ടിറ്റി ഒന്നും നമ്മൾ കഴിക്കേണ്ട കാര്യമില്ല. മത്തൻ്റെ കുരു വെറുതെ കഴിച്ചാൽ വളരെ നല്ലതാണ്. പക്ഷെ നമുക്കത് എപ്പോഴും നടക്കണമെന്നില്ലല്ലോ. കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാളും എപ്പോഴും ബെറ്റർ നമ്മൾ ഇതുപോലെ നാച്ചുറലി ചെയ്തെടുത്ത് വെക്കുന്നത്. അപ്പോൾ മത്തൻ്റെ കുരുവൊക്കെ നമുക്ക് കടയിൽ നിന്ന് റോസ്റ്റഡ് ചെയ്തൊക്കെ കിട്ടും. പക്ഷേ അതിനേക്കാളൊക്കെ ബെറ്റർ ഇതാണ് കേട്ടോ. നമുക്ക് ഒന്നില്ലെങ്കിൽ സാലഡ് ഉണ്ടാക്കുമ്പം ഈ ഒരു പൊടി വറുത്ത് പൊടിച്ചെടുത്ത് വെച്ചാൽ സാലഡ് ഉണ്ടാക്കുമ്പോൾ അതിലിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ വെള്ളത്തിൽ തിളപ്പിച്ച് കുടിച്ചാലും വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൽ ഈ ഒരു പൊടി ഇട്ടാൽ നല്ലതാണ്. അതിനേക്കാളും നല്ലത് ഇതുപോലെ വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ സാലഡിൽ മിക്സ് ചെയ്ത് കഴിക്കുകയോ. സാലഡിന് നല്ലൊരു ടേസ്റ്റ് വരും. അയമോദകവും അതുപോലെ തന്നെ നല്ല ജീരകത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്. സാലഡും നല്ല ടേസ്റ്റി ആകും, ഹെൽത്തി ആകും. അതുപോലെ തന്നെ എന്താണ് പറയുക, വേണമെങ്കിൽ ഒന്നും പറ്റൂലെങ്കിൽ നമ്മൾ ആ ഒരു ടീസ്പൂണിൽ 1/2 ടീസ്പൂൺ നമ്മൾ ദിവസവും കഴിക്കുന്നത്, വെറുതെ ചവച്ച് അരച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് അങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ തേനിൽ ചാലിച്ച് കഴിക്കാം. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇപ്പം നിത്യവും നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ബുദ്ധിമുട്ട് വരുമല്ലോ. അപ്പോൾ പല രീതിയിൽ കഴിക്കാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യം, പേശികളുടെ ശക്തി, ശരീരവേദന, ജോയിൻറ്റ് പെയിൻ, മുടി കൊഴിച്ചൽ, സ്കിന്നിലുണ്ടാവുന്ന ഡൾനെസ്, അതിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ചെറിയൊരു ഹോം റെമഡിയാണ്, പക്ഷേ പവർഫുൾ ആയിട്ടുള്ളൊരു ഹോം റെമഡിയാണ് കേട്ടോ. അത്രത്തോളം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ദിവസവും നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ. വിനാഗിരി ഇല്ലാത്ത അടുക്കളയില്ലല്ലോ. പക്ഷേ വിനാഗിരി കൊണ്ട് ഇതിനു മുമ്പ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും പറയാത്ത ടിപ്സുകളാണ് കേട്ടോ. നമ്മളിപ്പം വെണ്ടയ്ക്ക അരിയുമ്പോൾ ഇതുപോലെ അതിൻ്റെ ആ ഒരു പശപ്പ് കത്തിയിലും അതുപോലെ തന്നെ എല്ലായിടത്തും അതുപോലെ ഈ സ്റ്റിക്കി ആയിട്ടിരിക്കും. നമ്മൾ ആ വെണ്ടയ്ക്ക നമ്മളിപ്പം അരിഞ്ഞു കഴിഞ്ഞാലും എന്തിലാണെങ്കിലും സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ ഇതായി കിടക്കും, വിട്ട് കിടക്കില്ല. അതുപോലെ തന്നെ നമ്മൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ആ ഒരു സ്റ്റിക്കിനെസ് കൊണ്ട് ഇങ്ങനെ കുഴഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവൂലേ. അതില്ലാതിരിക്കാനായിട്ട് കത്തിയിൽ ഇതുപോലെ ഒന്ന് തേച്ചിട്ട് നമ്മൾ വെണ്ടയ്ക്ക അരിയുകയാണെങ്കിൽ നല്ലപോലെ തന്നെ വിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വിനാഗിരിയുടെ അംശം എന്തായാലും ഈ ഒരു വെണ്ടയ്ക്കയിൽ വന്നിട്ടുണ്ടാവും. അപ്പം നല്ലതുപോലെ തന്നെ നല്ല സ്റ്റിക്കി ആകാതെ നല്ലതുപോലെ തന്നെ കിടക്കാനും വളരെ നല്ലതാണ് കേട്ടോ. സൂപ്പറായിട്ട്. അതുപോലെ നമ്മൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് 2 തുള്ളി നാരങ്ങ ഒഴിച്ചാലും അതുപോലെ തന്നെ നമുക്ക് കിട്ടും. ഇങ്ങനെ കുഴാന്നാകില്ല നമ്മളെ വെണ്ടയ്ക്ക. സ്റ്റിക്കി ആയിട്ട് വരില്ല. ചിലവർക്ക് അത് ഇഷ്ടമായിരിക്കും, ചിലവർക്ക് അങ്ങനെ സ്റ്റിക്കി ആയിട്ട് കിടക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ. ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് നമുക്ക് 2 ആഴ്ച കഴിഞ്ഞാലും ചീത്താകാതിരിക്കുവാനും വളരെ നല്ലതാണ് കേട്ടോ. ഇത് വാടിപ്പോവുക, അതിൽ ഒരു വഴുവഴുപ്പ് കൂടിയിട്ട് അതിൻ്റെ ഒരു
ടേസ്റ്റ് വ്യത്യാസം വരിക, അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ അരിയുമ്പോൾ ഇതുപോലെ ചെയ്താൽ, ഈ കത്തിയിൽ നമ്മൾ എന്തായാലും സ്പ്രെഡ് ചെയ്യുമ്പോൾ വെണ്ടയ്ക്കയിൽ അതിൻ്റെ ഒരു അംശം വരാതിരിക്കില്ലല്ലോ. എന്നിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇതുപോലെ ഒന്ന് ഇട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ജോലിക്കാരൊക്കെ ആകുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ രാവിലെ എടുത്ത് ഇതുപോലെ ഒന്ന് മെഴുക്ക് പുരട്ടിയൊക്കെ ചെയ്യുമ്പം ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ ഇതുപോലെ ഒന്ന് ചെയ്യുക. അടുത്തതായിട്ട് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കണ്ടെയ്നർ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ലിഡൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട്, ഒരു റബ്ബറൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കും. അതുപോലെ പൊടികൾ കട്ട പിടിക്കാണ്ടിരിക്കാനായിട്ട് നല്ലതാണ് ഇതുപോലെ വുഡൻ്റെ ലിഡ് വാങ്ങുന്നത് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞത് വെണ്ടക്ക അരിയുമ്പോൾ നമുക്കത് വഴുവഴുപ്പ് ഇല്ലാതിരിക്കാനാണ് നേരത്തെയുള്ളൊരു ടിപ്പ് പറഞ്ഞത്. ഇതിൻ്റെ അണുക്കൾ വിഷാംശം കളയുവാനും അതുപോലെ തന്നെ സ്റ്റിക്കി ആയിട്ട് വരുന്ന ആ ഒരു പ്രശ്നമില്ല, അതില്ലാതിരിക്കുവാനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അച്ചിങ്ങയും എന്ത് കഴുകുമ്പോഴും നിങ്ങൾ ഈ ഒരു മിക്സിയിൽ ഈ ഒരു വിനാഗിരിയും ഉപ്പും മഞ്ഞളും തിളച്ചാറിയ വെള്ളത്തിലും കഴുകി എടുക്കുക. അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ ഫ്രിഡ്ജിൽ അരിഞ്ഞു വെച്ചാലും പെട്ടെന്ന് വാടിപ്പോകുകയോ ഇങ്ങനെ വളുവളുന്നാകുകയോ ചീത്താകുകയോ അതിൻ്റെ ഒരു നിറവ്യത്യാസം വരികയോ ഒന്നുമില്ല കേട്ടോ. നമ്മളിനി മത്തങ്ങ ഇതുപോലെ നമ്മൾ ക്ലിം റാപ്പിലൊക്കെ ചുറ്റി വെച്ചാലും എത്ര ദിവസം ഒരു 3 ദിവസത്തേക്കുള്ളിൽ ഇരിക്കില്ല. അത് കഴിയുമ്പോഴത്തേക്കും ഇത് ചീവ് വരാനായിട്ട് തുടങ്ങും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു അതിലിരുന്ന് കഴിഞ്ഞാൽ അതങ്ങനെ ചീഞ്ഞു പോകും. അതല്ലാതെ നമ്മൾ അത് കളഞ്ഞു വെച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ചീഞ്ഞു പോകും അല്ലേ. അതിന് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് കുറച്ച് വിനാഗിരി മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അതിൽ കൂടുതലൊന്നും വെക്കേണ്ട. 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മളിത് വെള്ളം കളഞ്ഞതിന് ശേഷം ഒരു കോട്ടൺ തുണിയിൽ നല്ലതുപോലെ ഡ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ മത്തങ്ങ മാത്രമല്ല കേട്ടോ, നമുക്ക് കുമ്പളങ്ങ ചെയ്യാം, നമ്മളുടെ വെള്ളരിക്ക ചെയ്യാം. ഇതുപോലെ ചീഞ്ഞു പോകുന്ന, ഇതുപോലെ പെട്ടെന്ന് ഇതായി പോകുന്ന, നമ്മൾ എത്ര സൂക്ഷിച്ചാലും, ഇപ്പോൾ ഫ്രീസറിലൊക്കെ ചിലവർ അരിഞ്ഞിട്ട് ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷേ അത് നമ്മളെ കറികളിൽ അത്ര ടേസ്റ്റ് വരില്ല. ആ ഒരു ഫ്രഷ്നെസ് അതിൽ കിട്ടില്ല, ആ ഒരു പച്ചക്കറിയുടെ ഫ്രഷ്നെസ് അതിലുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കട്ടോ. എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇതുപോലെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൻ്റെ താഴെ, ഫ്രീസറിലൊന്നും വെക്കേണ്ട, മാസങ്ങളിരുന്നാലും യാതൊന്നും പറ്റില്ല, കേടാകുകയോ അതിൻ്റെ സ്മെല്ലിന് വ്യത്യാസമോ കളറിന് വ്യത്യാസമോ ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു മത്തങ്ങ എടുത്ത് ചെറുപയറും മത്തങ്ങയും കൂടെ നമ്മൾ വെക്കില്ല, അടിപൊളി തേങ്ങ അരച്ച് വെക്കില്ലേ, എനിക്ക് വളരെയധികം ഇഷ്ടമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് ഹെൽത്തിന്. ഈ കർക്കിടകത്തിൽ ഇതുപോലുള്ള ഫുഡുകളൊക്കെ കഴിച്ചാൽ നമ്മളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് അനാർക്കലിയുടെ ഫെയർനെസ് ഓയിൽ. ഇത് മേടിച്ചവർ കുറേ പേരുണ്ടാവും കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ അധികം കാണിച്ചിട്ടില്ല, പക്ഷേ ഇത് മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നെ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യുന്നവർക്ക് ഞാൻ ഇത് കാര്യം പറഞ്ഞിട്ട് മേടിച്ചവർ വീണ്ടും മേടിച്ചവരുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ വെളിച്ചെണ്ണയും തേങ്ങാപ്പാലിലേക്കും അവക്കാഡോ, കുങ്കുമപ്പൂ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, റോസാപ്പൂ, അതുപോലെ തന്നെ മുല്ലപ്പൂ, പിന്നെ കുറേ പൊടികൾ ചേർക്കുന്നുണ്ട്. ഇവയെല്ലാം ചേർത്ത് നമ്മൾ കാച്ചിയെടുക്കുന്നതാണ്. ഈ ഒരു എണ്ണ എന്തിനാണെന്ന് വെച്ചാൽ നമുക്കുണ്ടാവുന്ന സൺ ടാൻ, പുറത്തൊക്കെ പോയി വന്ന കരിവാളിപ്പ് ഉണ്ടാവും, കരിമംഗല്യം ഉണ്ടാവും, അതുപോലെ മുഖത്ത് പാട്, അതുപോലെ ശരീരത്തിലുണ്ടാവുന്ന ചിക്കൻ പോക്സിൻ്റെ പാട്, ഇപ്പോൾ ഒരു ആക്സിഡൻ്റൊക്കെ പറ്റിയിട്ട് കയ്യിലും കാലിലൊക്കെ പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറിക്കിട്ടാനൊക്കെ ഈ ഒരു എണ്ണ സൂപ്പറാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഗർഭിണിയാകുമ്പോൾ ഉണ്ടാകുന്ന വയറ്റിലുണ്ടാകുന്ന സ്ട്രെച്ച് മാർക്കില്ലേ, അത് അല്ലാതെ ഉണ്ടാകുന്നവരുണ്ട് കേട്ടോ. അതിനൊക്കെ സൂപ്പറായിട്ടുള്ളൊരു എണ്ണയാണ്, ഫെയർനെസ് ഓയിലാണ്. ഓയിൽ ഇനി ഉപയോഗിക്കാൻ പറ്റില്ല, ഫേസിൽ ഓയിൽ ഉപയോഗിക്കാൻ പറ്റാത്തവർക്കായിട്ട് നമ്മളിതാ ഒരു അടിപൊളി പൗഡറാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത്. ഇതിൽ ചേർക്കുന്ന ഐറ്റംസൊക്കെ കണ്ടല്ലോ. ഇത് ഓരോന്നും വിവരിക്കാൻ നിന്നാൽ ഈ ഒരു വീഡിയോ തികയില്ല. ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട് ഇതിലെന്തൊക്കെയാണ് ചേർക്കുന്നത്. മുഖക്കുരു മാറുവാനും, മുഖത്തുണ്ടാവുന്ന കാര, കരിമംഗല്യം, അതുപോലെ ഡള്ളായിട്ടിരിക്കുക, കൂടുതലായിട്ട് ഹെയർ ഗ്രോത്ത് ഉള്ളവർ, അങ്ങനെയുള്ള എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം. മറ്റേ എണ്ണ ഉപയോഗിക്കുമ്പോൾ മുഖക്കുരു വരുമെന്നൊക്കെ ഉള്ളവർ, അത് നമ്മളുടെ ബോഡിയിലൊക്കെ ഉപയോഗിക്കാൻ വളരെ ബെസ്റ്റാണ്. ഡ്രൈ സ്കിൻ ആണെങ്കിലും മുഖത്ത് ഉപയോഗിക്കാം.
ഇനി ആ ഒരു എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവർ ഈ ഒരു പൊടി ഒന്ന് ഉപയോഗിച്ച് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൽ അത്രത്തോളം നമ്മൾ കാര്യങ്ങൾ ചേർക്കുന്നുണ്ട്. എന്താ പറയുക, നമ്മളുടെ പഞ്ഞിപ്പുല്ല് എന്ന് പറയില്ലേ അത്, രക്തചന്ദനം, നമ്മളുടെ ചെറുപയർ, അങ്ങനെ കുറേ സാധനങ്ങൾ ഇവയെല്ലാം പൊടിച്ച് ഉണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ ഫേസിനിപ്പം തൈരാണ് പറ്റുന്നെങ്കിൽ തൈര്, അല്ലെങ്കിൽ റോസ് വാട്ടർ, അല്ലെങ്കിൽ പാല്, ഇവയിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ളത് അവ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ച് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി. 100% റിസൾട്ടാണ് കേട്ടോ. ഇവയ്ക്കെല്ലാം ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ അനാർക്കലി ഹെയർ ഓയിൽ, ഈ ഹെയർ ഓയിലിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. മേടിച്ചവർ വീണ്ടും മേടിക്കുന്നുണ്ട്, അത്രത്തോളം റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും അത്രത്തോളം സൂക്ഷ്മമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു 3 പ്രൊഡക്റ്റും നിങ്ങളൊന്ന് മേടിച്ച് നോക്കുക, എന്നിട്ട് ഉപയോഗിച്ചിട്ട് അഭിപ്രായം പറയാം. മൂന്നും അടിപൊളി ഐറ്റംസ് ആണ്. നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ യാതൊന്നും ചേർക്കുന്നില്ല. നല്ല ഉറക്കം കിട്ടുവാനും, മുടി കൊഴിച്ചിൽ മാറുവാനും, താരൻ മാറുവാനും, ഉറക്കമില്ലായ്മ, നല്ല റിലാക്സേഷൻ കിട്ടുവാനും, അതുപോലെ തന്നെ മുടി നല്ല കരുത്തോടെ വളരുവാനും സൂപ്പറാണേ. ഇനി അടുത്തതായിട്ട് നമ്മൾ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. നമ്മൾ ഈ ഒരു വഴുതലങ്ങ നമ്മൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ പെട്ടെന്ന് കറുത്തു പോകും, അതുപോലെ അതിൻ്റെ ഒരു മട്ടിപ്പുണ്ട്, ഒരു കറ പോലെയുണ്ട്. അത് കളയാനായിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് വിനാഗിരി ഉപ്പ് ഇട്ട് നമ്മൾ കഴുകിയെടുത്താൽ അതിൻ്റെ ആ ഒരു കറയും മട്ടിപ്പൊക്കെ പോകും, അതുപോലെ കറക്കില്ല. ഇതിനി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുമ്പോൾ ഇത് കറുത്ത് പോകാണ്ടിരിക്കാനായിട്ട് നേരത്തെ നമ്മൾ മത്തങ്ങ ചെയ്ത പോലെ തന്നെ ഒരു 5 മിനിറ്റ് ഈ ഒരു വെള്ളത്തിൽ ഉപ്പും വിനാഗിരിയും വെള്ളവും കൂടെ മിക്സ് ചെയ്ത ആ ഒരു മിശ്രിതത്തിലേക്ക് നമ്മൾ ഇത് ഇട്ട് വെച്ചിട്ട് നമ്മൾ നേരത്തെ മത്തങ്ങ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ അതൊന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കോട്ടൺ തുണി കൊണ്ട് ഒപ്പിയെടുക്കുന്നതെന്ന് വെച്ചാൽ അത് ചീഞ്ഞ് പോകാണ്ടിരിക്കാനായിട്ടാണ്. വേണമെങ്കിൽ നിങ്ങൾ അരിപ്പയിൽ വെച്ച് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായിട്ട് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചെടുത്ത് വെക്കാം കേട്ടോ. എത്ര കാലം കഴിഞ്ഞാൽ ഇത് കറുത്തും പോവില്ല, ചീനും പോവില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇരിക്കും. ഇനി നമ്മൾ അടുത്തതായിട്ട് കുമ്പളങ്ങ, വെള്ളരിക്ക, ഇവയെല്ലാം നമ്മൾ ഇപ്പോൾ 2-3 ദിവസത്തേക്ക് മാത്രമാണ് ഫ്രിഡ്ജിൽ വെക്കുന്നതെങ്കിൽ ഈ ഒരു കുരു കളഞ്ഞിട്ട് വെച്ചാൽ കാലങ്ങളോളം ഇരിക്കും കേട്ടോ. അതെല്ലാം നമുക്ക് 2 ദിവസം കഴിഞ്ഞ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി ഇതുപോലെ തേച്ചിട്ട് ക്ലിം റാപ്പ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ചാൽ മതി കേട്ടോ. കുറേ ദിവസം നിങ്ങൾക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കണമെങ്കിൽ മറ്റേ ആ ഒരു രീതിയിലല്ലാണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇതിൻ്റെ ഉള്ളിൽ ചീവ് വരും. അതിൻ്റെ ആ ഒരു കുരുക്കൾ എടുത്ത് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. അതല്ല നമ്മൾ സഡൻ 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. സൂപ്പറാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ അപ്പത്തിനാണെങ്കിൽ നമ്മൾ അരി വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചൊക്കെ എടുത്ത് വെക്കണം. അങ്ങനെ എന്തെങ്കിലും നമുക്ക് സഡൻ ഒരു പാലപ്പം ഉണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുക കേട്ടോ. റവയാണ് എടുത്തേക്കുന്നത്, നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ 1.25 കപ്പാണ് എടുത്തേക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ഏതാണെങ്കിലും നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഗസ്റ്റ് പെട്ടെന്ന് വരുന്ന ഒരു പാലപ്പവും ചിക്കൻ കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ പെട്ടെന്നൊരു രാത്രി ഇപ്പം ചോറ് തികഞ്ഞില്ല, നമുക്ക് പെട്ടെന്നൊരു എന്തെങ്കിലും ഉണ്ടാക്കണം പലഹാരം, അങ്ങനെയുള്ള ഏതൊരു സിറ്റുവേഷനിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കിടിലനൊരു ഐഡിയ ആണ് കേട്ടോ. ഒരു അരമണിക്കൂർ മതി. ഇതിലേക്ക് ചോറ് ഒരു 1.25 ഗ്ലാസ് നമ്മളുടെ റവയിലേക്ക് ഒരു 2.5 ഇതിലെ ചെറിയ കയ്യിലാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഷുഗറാണ് എടുക്കുന്നത്. ഷുഗർ ഇട്ടൊക്കെ വെക്കാനായിട്ട് ഈ ഒരു ടിന്ന് വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വുഡൻ ലിഡായിട്ടുള്ള ടിന്നുകൾ മേടിച്ചു കഴിഞ്ഞാൽ പൊടികൾ പെട്ടെന്ന് കട്ട പിടിക്കില്ല. അപ്പോൾ ഇതുപോലുള്ള ടിന്നുകൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട പിടിക്കാണ്ടിരിക്കാൻ വേറൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്. പിന്നെ തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ അരച്ചെടുക്കാം, പക്ഷെ തേങ്ങാപ്പാലിൽ അരക്കുമ്പോഴാണ് ആ പാലപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ് പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങ ഇതിലേക്ക് ഇടുമ്പോൾ അത്രയും ഒരു പെർഫെക്റ്റ് ആവില്ല. തേങ്ങാപ്പാലാണ് ഇത് നല്ലതുപോലെ അരച്ചതിന് ശേഷം കുറച്ച് നല്ല ഈസ്റ്റ് ആയിരിക്കണം, അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചിട്ട് നമ്മളിതൊന്ന് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കാം കേട്ടോ.
ഇപ്പോൾ ഈ ഒരു മഴക്കാലമാകുമ്പോൾ നമുക്ക് ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും അപ്പമാണെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇത് പെട്ടെന്ന് പൊങ്ങി വരുന്നില്ല, പെട്ടെന്ന് നമുക്ക് ആയി കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് അരമണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഈ ഒരു നല്ല മഴയാണ് ഇപ്പോൾ 2 ദിവസമായിട്ട്, അപ്പം നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് പുളിച്ച് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും അല്ലേ. അപ്പോൾ അതൊന്നും നിങ്ങൾ സമയമൊന്നും കളയേണ്ട കാര്യമില്ല കേട്ടോ. ഈ ഒരു ട്രിക്ക് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഈ ഒരു കാര്യത്തിന് മാത്രമല്ല, ഇപ്പോൾ രാത്രി കിടക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ ഈ ഒരു ട്രിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്, എയർ ഫ്രയർ ഒന്ന് ചൂടാക്കി ഓഫ് ചെയ്തിട്ട് നമ്മൾ മാവ് അതിൽ വെക്കുകയാണെങ്കിൽ നല്ലതുപോലെ തന്നെ പൊങ്ങി വരും കേട്ടോ. ഞാനതൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എയർ ഫ്രയറും കാര്യങ്ങളും ഒന്നും ഇല്ല, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അത് ചെയ്യാനൊക്കെ മടി തോന്നുന്ന സമയത്ത് നമ്മൾ കത്തിക്കുന്ന ഗ്യാസ് അടുപ്പിൻ്റെ സൈഡിൽ ഈ ഒരു മാവ് വെച്ച് കൊടുത്താൽ മതി. അടപ്പ് നമുക്ക് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് 5 അടപ്പുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു കത്തിക്കാത്ത ഒരു അടപ്പിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഏതൊരു മാവും നല്ലതുപോലെ പൊങ്ങി വരും. ഇതൊരു അരമണിക്കൂർ ആയപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു അപ്പം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. കിടു ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ പാലപ്പത്തിൻ്റെ ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ എല്ലാ ടിപ്സും നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.